പ്രകൃതി ഭംഗിയുടെ ഒരു സംഗമ കേന്ദ്രമാണ് ഇല്ലിക്കൽ കല്ല്. ഇത് കോട്ടയം ജില്ലയിലെ മേലൂക്കാവ് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് ഏകദേശം ഉള്ളിലേക്ക് കയറുന്നത് ഒരു ഓഫ് റോഡ് വഴിയാണ്. വഴിയെ വാഹനം നിർത്തി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ആ ദൂരെ കാണുന്നതെല്ലാം വനമേഖല തന്നെയാണ്. എന്നാൽ അത് കാർമേഘം പോലെയാണ് നമുക്ക് തോന്നുക. അവിടെയെല്ലാം മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞത് കൊണ്ടാണ് അതങ്ങനെ തോന്നുന്നത്. മഞ്ഞ് വീഴാത്ത ചില പ്രദേശങ്ങളുണ്ട്. അത് കാണുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് ആസ്വദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെയും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇരുവശങ്ങളിലുമാകുന്ന കാനന ഭംഗിയെല്ലാം ആസ്വദിച്ച് വാഹനം പതുക്കെ നീങ്ങുകയാണ്. ഇവിടേക്ക് മിക്കവാറും എല്ലാ ആളുകളും വരുന്നത് പ്രൈവറ്റ് വാഹനത്തിലാണ്. അപൂർവം ചില KSRTC ബസ്സുകളും ഇതുപോലെ വിനോദയാത്രയ്ക്കായി ഇവിടെ എത്തുന്നുണ്ട്. അത് മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന വാഹനമാണ്. പ്രകൃതി എല്ലാം അനുഗ്രഹിച്ച് നൽകിയ ഒരു പ്രദേശം എന്ന നിലയിൽ വാഹനത്തിൻ്റെ ഇരുഭാഗങ്ങളിലും നമ്മൾ കാണാൻ സാധിക്കുന്നത് സഞ്ചാരികളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി തയ്യാറാകുന്ന ആളുകളെയാണ്. ഇത് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമുക്കിനി ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് ഈ പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ. ജീപ്പ് എത്തിക്കഴിഞ്ഞ സ്ഥലത്ത് നിന്നും വീണ്ടും നമുക്ക് കൈവരികളുണ്ടാവും. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കാൽനടയായി നമുക്ക് ട്രക്കിങ്ങിനെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സഞ്ചാരം പോലെ തന്നെ മുകളിലേക്ക് കയറി പോകണം. ഇതാ ഇവിടെ ഒരു ബോർഡ് കണ്ടു, ഇടിമിന്നലിന് സാധ്യതയുള്ള പ്രദേശം. അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം വന്ന സ്ഥലം എന്ന നിലയിൽ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നാണ് അവരൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജീപ്പ് റെഡിയാണ്. നമുക്ക് ജീപ്പിൽ കയറി മുകളിലേക്ക് പോകാം. ഇവിടുന്ന് തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ പ്രകൃതിയുടെ ഭംഗി നന്നായി ആസ്വദിച്ചാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാത്ത്. ആ പാത്തിലൂടെയാണ് നമുക്ക് നടന്ന് മുകളിലേക്ക് എത്താൻ. കഴിയുമെങ്കിൽ രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കണം. മൂടൽമഞ്ഞ് ആസ്വദിച്ച് ആ തണുപ്പ് ആസ്വദിച്ച് മല കയറണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 3500 ഫീറ്റ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മഞ്ഞ് മൂടിയ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് നമ്മൾ കാണുന്നത്. മഞ്ഞ് മാറിയതിന് ശേഷമുള്ള ഭാഗം അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതും നമുക്ക് കാണാൻ സാധിക്കും. അല്പം വെയിലടിക്കുമ്പോഴാണ് അതിനെ പൂർണ്ണമായി കാണാൻ സാധിക്കുക. ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആലപ്പുഴയും അതുപോലെ തന്നെ ഇടുക്കിയുടെയൊക്കെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പാറ 3 ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ ഇത്രയും ദൂരെ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടി വരില്ല. മൂടൽമഞ്ഞില്ലെങ്കിൽ നമുക്ക് അടുത്ത ജില്ലകളെയൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഈ പാറയുടെ മറുഭാഗത്തൂടെ നമുക്ക് ട്രക്കിങ്ങിലൂടെ കയറാൻ സാധിക്കും. ഇത്തിരി സാഹസികമായ യാത്രയാണ്, ശ്രദ്ധിച്ചു വേണം കയറാൻ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉള്ളത് കൊടുവേലി, നീലക്കൊടുവേലി ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി.